നിന്റെ ഉമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ സുഖം തന്നെയാണോ? വീട്ടുകാർക്ക് സുഖം തന്നെ. ഉമ്മയെ പറ്റി എനിക്കറിയില്ല. അതെന്ത്? നിന്റെ ഉമ്മയെ പറ്റി നിനക്കറിയില്ലേ? നൊണ്ടി ചുക്കി ചുരുന്ന് കുഷ്ഠരോഗം പിടിച്ച പോലത്തെ ആ തല വീട്ടുകാർക്കില്ലേ ഭയങ്കര ശല്യം. പിന്നെ നീ എന്താണ് വാർദ്ധക്യത്തെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഒരു വർഷത്തേക്കുള്ള കുട്ടി ഒരു ദിവസം കൊണ്ട് മുഖത്തിട്ട് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിച്ച് നടക്കുന്നതാണോ വാർദ്ധക്യം? നീ പോടി, ഞാൻ അവരൊരു സേഫായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സേഫായ സ്ഥലമോ? ഇനി അതെവിടേക്കാണാവോ? വൃദ്ധസദനത്തിലേക്ക്. അതെന്താ സേഫായ സ്ഥലമല്ലേ? എന്റെ റബ്ബേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 10 മാസം ഗർഭം ചുമന്ന് പെറ്റ് നിന്റെ ഉമ്മ നിന്നെ തലയിൽ വെച്ചാൽ പീണരിച്ചാലോ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ എന്ന് പറഞ്ഞ പോറ്റിയതല്ലേ? ഒന്നില്ലെങ്കിലും അവർ നിന്റെ ഉമ്മയല്ലേ? നീ പോടി, നിന്റെ സാരോപദേശങ്ങൾ കേൾക്കാനൊന്നും എനിക്ക് സമയമല്ല. നീ പഴഞ്ചൻ സമ്പ്രദായത്തിലാണുള്ളത്. ഇത് ന്യൂ ജനറേഷൻ ആ മോളെ. ഇവിടെ ഇതൊക്കെ വേണം, ഇല്ലേ മാന്യമായി ജീവിക്കാൻ പറ്റില്ല. മാന്യമായി ജീവിക്കേണ്ടത് മാതാപിതാക്കളുടെ കോപം കൊണ്ടിട്ടല്ല. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. നീ തന്നെ പറഞ്ഞതാ? ഹാടി, ഞാൻ പറഞ്ഞു തരാം, നീ കേട്ടോ. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും പറയരുതെന്ന്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു മാതാവിന്റെ കാലടിപ്പാതയിലാണ് സ്വർഗമെന്ന്. അതുപോലെ മാതാപിതാക്കളുടെ കോപമാണ് അള്ളാഹുവിന്റെ കോപമെന്നും. എന്റെ റബ്ബേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ഖേദം തോന്നുന്നു. നീ വേഗം തന്നെ നിന്റെ ഉമ്മയെ പോയി വിളിച്ചോണ്ട് വന്ന് മാപ്പ് ചോദിച്ച് കരഞ്ഞപേക്ഷിക്കൂ. ആ ശരി, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ഹേ, ഒരു നിമിഷം നിൽക്ക്. ആ ശരി, പറഞ്ഞു. യഥാർത്ഥ സ്നേഹം എന്തെന്നറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ഉമ്മയില്ലാതെ ജീവിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാകും ഉമ്മയുടെ മഹത്വം എന്താണെന്ന്. നിനക്ക് നബിതങ്ങൾ പറഞ്ഞ പാട്ടിനെ കുറിച്ച് അറിയാമോ? ഉമ്മയെ പറ്റി. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം തോളി, ബുദ്ധിമതിയാം മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറിച്ചോളി. അമ്മിന്നപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിന്നപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പൂജമ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം തോളി, ബുദ്ധിമതിയാ മുത്തു മുഹമ്മദ് തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. അമ്മിന്റെ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിന്റെ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പൂച്ചുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? സ്വന്തം പെറ്റുമ്മയായിടുമോ? നന്ദിയുണ്ട് സുഹൃത്തെ, എനിക്ക് നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായി. ഉമ്മയുടെ മഹത്വം എന്താണെന്നുള്ളതും എല്ലാം. എങ്കിലും ശരി, ഞാനിതാ മടങ്ങുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.